പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റും വീഡിയോയുടെ ചുവടെ കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. പ്രതികൂല പരിസ്ഥിതികളിൽ ആത്മനിയന്ത്രണം പാലിക്കുക. കേസുകളോ അപമാനങ്ങളോ ഉണ്ടാകും. ധനനഷ്ടം, കലഹം എന്നിവയ്ക്ക് സാധ്യത. ഭരണി നക്ഷത്രമാണ്. ഉന്നതരിൽ നിന്നും വിഷമതകൾ വന്നുഭവിക്കും. ശത്രുവർദ്ധനവ് ഉണ്ടാകും. വിവാഹ ആലോചനകൾ ഒഴിഞ്ഞു പോകുന്നതായിരിക്കും. യാത്രാവേളയിൽ ആപത്തുകൾ വരുവാനുള്ള സാധ്യത. കാർത്തിക നക്ഷത്രമാണ്. കാര്യസാധ്യത്തിനായി ദൂരയാത്രകൾ ചെയ്യും. സാഹസികമായ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തും. മയത്തിൽ പെരുമാറുവാൻ ശ്രദ്ധിക്കുക. രോഹിണി നക്ഷത്രമാണ്. സ്വന്തം ഉയർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ ഉടലെടുക്കും. സൂക്ഷിക്കുക. തർക്ക വിഷയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. സംസാരം മോശമാകാതെ ശ്രദ്ധിക്കുക. മകയിരം നക്ഷത്രമാണ്. രോഗങ്ങൾ കൊണ്ട് ധനച്ചെലവുണ്ടാകും. ദൂരയാത്രാ ക്ലേശം അനുഭവത്തിൽ വരും. പരിശ്രമങ്ങൾ വിജയിക്കും. തൊഴിൽ മേഖലയിൽ ബുദ്ധിമുട്ടുകൾ വന്നുഭവിക്കും. തിരുവാതിര നക്ഷത്രമാണ്. തുടർച്ചയായുള്ള പ്രയത്നത്തിന് ഫലം ലഭിക്കും. പ്രണയം പൂർവാധികം ശക്തമാകും. വിദേശയാത്ര നടത്തുവാനുള്ള അനുമതി ലഭിക്കുന്നതായിരിക്കും. പുണർദം നക്ഷത്രമാണ്. സ്ത്രീകൾ മുഖേന സന്തോഷം. വ്യാപാര സംരംഭത്തിൽ കൂടി നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. വിനോദങ്ങളിൽ പങ്കുചേരും. മനസ്സുഖം, ധനനേട്ടം എന്നിവ അനുഭവത്തിൽ വരും. പൂയം നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. പങ്കാളിയുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടം ഉണ്ടാകും. സന്താനങ്ങളുടെ വിവാഹത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരും. ആയില്യം നക്ഷത്രമാണ്. സർക്കാരിൽ നിന്നും അനുകൂലമായ നടപടി ഉണ്ടാകും. കഴിവിനനുസരിച്ച് അംഗീകാരം കിട്ടും. രോഗശാന്തി ഉണ്ടാകും. ജീവിതത്തിൽ പലവിധത്തിലുള്ള പുരോഗതി പ്രതീക്ഷിക്കാം. മകം നക്ഷത്രമാണ്. ആഗ്രഹങ്ങൾ സഫലമാകും. ധനലാഭം ഉണ്ടാകും. ശുഭകരമായ വാർത്തകൾ ശ്രവിക്കുവാനാകും. മുൻകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം. പൂരം നക്ഷത്രമാണ്. സഹായ സഹകരണങ്ങൾ വർദ്ധിച്ച തോതിൽ ലഭിക്കും. ധനപരമായി വളരെ നല്ല സമയമായിരിക്കും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ഉത്രം നക്ഷത്രമാണ്. ഔദ്യോഗിക രംഗങ്ങളിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. പണത്തിൻ്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കും. ദൂരയാത്ര കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. അത്തം നക്ഷത്രമാണ്. വ്യവഹാരങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും. വിദ്യാപരമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഭാര്യാഗുണം അതുപോലെ തന്നെ ശത്രുക്കളെ നിഷ്പ്രഭരാക്കുവാൻ സാധിക്കും. വാഹനഭാഗ്യം എന്നിവയും അനുഭവത്തിൽ വരാം. ചിത്തിര നക്ഷത്രമാണ്. ഉല്ലാസകരമായ സംഗതികൾ ഉണ്ടാകും. സർക്കാരിൽ നിന്നോ ഉന്നത അധികാരികളിൽ നിന്നോ സാമ്പത്തിക സഹായം ലഭിക്കും. അന്യരിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാം. ബന്ധുസമാഗമം ഉണ്ടാകും. ചോതി നക്ഷത്രമാണ്. കുടുംബസുഖം അനുഭവത്തിൽ വരും. വ്യാപാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനനേട്ടം. രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാനാകും. വിശേഷ വസ്ത്രാഭരണാദികളുടെ ലഭ്യത. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. വിശാഖം നക്ഷത്രമാണ്. ശാരീരികമായി ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാം. വിഷയാസക്തി കൂടും. സ്ത്രീകൾ മൂലം ചിലവ് കൂടിയിരിക്കും. ജീവിതം ഗുണദോഷ സമ്മിശ്രം ആയിരിക്കും. സുഖവും ദുഃഖവും മാറി മാറി വരും. അനിഴം നക്ഷത്രമാണ്. വാക്ക് പാലിക്കുവാൻ സാധിക്കുകയില്ല. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. മനപ്രയാസം നേരിടും. മനസ്സുഖക്കുറവ് അനുഭവത്തിൽ വരും. പ്രണയ പരാജയം കാണുന്നു. വ്യവഹാരങ്ങളിൽ പരാജയ ഭീതി. തൃക്കേട്ട നക്ഷത്രമാണ്. പല മേഖലകളിൽ നിന്നും സാമ്പത്തിക വരവ് ഉണ്ടാകുമെങ്കിലും മധ്യാഹ്നത്തിന് ശേഷം അമിത ചിലവ് വന്നു ചേരും. കഠിനമായ അധ്വാനം ഇന്നത്തെ ദിവസം കുറയ്ക്കുക. മൂലം നക്ഷത്രമാണ്. സ്വാർത്ഥത കാരണം മനോവിഷമം ഉണ്ടാകും. കളത്ര ദുരിതം അനുഭവത്തിൽ വരും. സർക്കാരിൽ നിന്നും അനുകൂലമല്ലാത്ത മറുപടികൾ ലഭിക്കും. യാത്രകളിൽ പ്രയാസങ്ങൾ നേരിടുവാൻ സാധ്യത. പൂരാടം നക്ഷത്രമാണ്. ഈശ്വരാധീനം കുറയും. ഗുരുശാപമേൽക്കാതെ നോക്കുക. ദാമ്പത്യ സുഖക്കുറവ് അനുഭവത്തിൽ വരും. കലാപരമായ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും. ഉത്രാടം നക്ഷത്രമാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളും സഹായിക്കും. തൊഴിൽ മേഖല ഉഷാറാകും. ബുദ്ധിമുട്ടുകൾക്കും ക്ലേശങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറിക്കിട്ടും. തിരുവോണ നക്ഷത്രമാണ്. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടും. കലാരംഗത്ത് ശോഭിക്കും. ദൂരയാത്രയിൽ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. കുടുംബസ്നേഹം വർദ്ധിക്കും.
വിദ്യാലാഭം അനുഭവത്തിൽ വരും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. ദമ്പതിമാർ തമ്മിലുള്ള ഐക്യം ശക്തമാകും. തസ്കരന്മാരുടെ ഉപദ്രവം കൂടുതലാകും. സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ധനപരമായി കുഴപ്പമില്ലാത്ത ദിവസമായിരിക്കും. അടുത്തത് ചതയ നക്ഷത്രമാണ്. പ്രേമകാര്യങ്ങളിൽ സന്തോഷം. പുതിയ വസ്ത്രങ്ങളുടെ ലഭ്യത. ശത്രുക്കളെ ജയിക്കുവാൻ സാധിക്കും. തൊഴിലിൽ മേന്മ. ദാമ്പത്യ വിജയം പ്രതീക്ഷിക്കാം. പരീക്ഷകളിൽ ഉന്നത വിജയം ഉണ്ടാകും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. സുഖഭക്ഷണ ലഭ്യത. ആഭരണ വസ്ത്രാദി ലാഭം. കുടുംബാംഗങ്ങളുമായി രമ്യത. തനിക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് അനുഭവത്തിൽ വരാം. അടുത്തത് ഉത്രട്ടാ നക്ഷത്രമാണ്. യാത്ര മൂലം ധനലാഭം. പങ്കാളിക്ക് സമ്മാനങ്ങൾ ലഭിക്കും. വ്യവഹാര വിജയം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. കവിതാക്കളുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാകും. അവസാനമായി രേവതി നക്ഷത്രമാണ്. സന്താനങ്ങൾ മൂലം സന്തോഷവും അഭിമാനവും ലഭിക്കും. ധനപ്രാപ്തി ഉണ്ടാകും. വഞ്ചനയും ചതിയും അനുഭവിക്കേണ്ടി വരും. കുടുംബ സമാധാനം നഷ്ടപ്പെടുന്ന സംഗതികൾ ഉടലെടുക്കുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.